ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം 19 ശ്ലോകം 9 തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. ഭഗവാൻ വരങ്ങൾ നൽകി മറഞ്ഞതിന് ശേഷം പ്രചേതസ്സുകൾ വെള്ളത്തിൽ നിന്ന് കയറി നോക്കിയപ്പോൾ ഭൂമി മുഴുവൻ മരങ്ങൾ നിറഞ്ഞ് കാടായിരിക്കുന്നത് കണ്ടു. പ്രാചീന ബർഹിസ് ഭഗവത് സാരൂപ്യം പ്രാപിക്കുകയാൽ ഭൂമി രക്ഷിക്കാൻ ആരുമില്ലാതെ വന്നതാണ് അതിന് കാരണം. ഉടനെ പ്രചേതസ്സുകൾ കോപിച്ച് വായിൽ നിന്ന് കാറ്റും തീയും സൃഷ്ടിച്ച് മരങ്ങളെയെല്ലാം ചുട്ടുകളയുവാൻ തുടങ്ങി. അതു തുടർന്നാൽ ഏറെ താമസിക്കാതെ ഭൂമിയിൽ ഒരൊറ്റ മരവും ഇല്ലാതാവുമെന്ന് ഭയപ്പെട്ട ബ്രഹ്മാവ് വന്നിട്ട് പ്രചേതസ്സുകളെ ആ സാഹസകൃത്യത്തിൽ നിന്ന് വിലക്കി. അങ്ങനെ രക്ഷപ്പെട്ട ബാക്കിയുള്ള മരങ്ങൾ തങ്ങളുടെ മകളായ മാരിഷയെ പ്രചേതസ്സുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. പ്രംളോജ വനത്തിൽ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് മാരിഷയെ വനപുത്രി എന്ന് പറയുന്നു. ഭഗവാൻ മുൻപ് വരം നൽകി അനുഗ്രഹിച്ചതുപോലെ 10 ലക്ഷം സംവത്സരം കാലം പത്നിയോടുകൂടി പ്രചേതസ്സുകൾ സുഖജീവിതം നയിക്കുകയും ചെയ്തു.